ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫിലിം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവൽ ആയിരിക്കണം എന്നുള്ളത്. നോവൽ റിലേറ്റഡ് ആയിട്ട് കുറേ ടോപ്പിക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു കുറേ പേര് മലയാളം മൂവീസ്, ഇംഗ്ലീഷ് മൂവീസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് മൂവീസ് ഉള്ളത്, ഏതിലൊക്കെയാണ് മലയാളം മൂവീസ് ഉള്ളത്, അതിലൊക്കെ ഏതൊക്കെ തിയറീസ് അപ്ലൈ ചെയ്യാം എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവ താഴെയുള്ള ലിങ്കിൽ ഡീറ്റെയിൽ ആയി തന്നെ നമ്മളത് മലയാളം ഫിലിംസും ഇംഗ്ലീഷ് ഫിലിംസും കൊടുത്തിട്ടുണ്ട്. അപ്പം കാണാത്തവർ എന്തായാലും പോയി കാണണം. അതുപോലെ ആ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഫിലിമാണ് ദൃശ്യം. അപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ഫിലിമിൽ ഏത് തിയറിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? ജെൻഡർ റോൾസ്, ഫാമിലി എത്തിക്സ്, അങ്ങനെയുള്ള തിയറീസ് പറ്റും. അതേപോലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കുമ്പളങ്ങി നൈറ്റ്സ്, മണിച്ചിത്രത്താഴ്, ഭൂതകാലം, അങ്ങനെ ഒട്ടുമിക്ക കുറേ മലയാള ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഫിലിംസിന് ഏതൊക്കെയാണ് തിയറീസ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. പിന്നെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, അതേപോലെ ജെയിൻ എയർ, ദ കളർ പേർപ്പിൾ, ഇങ്ങനത്തെ കുറേ ഫിലിംസ് ഉണ്ട്. അതിലേതൊക്കെ തിയറീസാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഫിലിംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.